കൊല്ലം സുധി, രേണു, മകൻ കിച്ചു എന്നിവരെല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. സുധിയുടെ മരണശേഷം രേണു അഭിനയം തൊഴിലായി സ്വീകരിച്ചതോടെ ആരംഭിച്ച വിവാദങ്ങളും ചർച്ചകളും ഇന്നും അവസാനിച്ചിട്ടില്ല. അഭിനയവും മോഡലിംഗും രേണുവിന് പറ്റുന്ന മേഖലയല്ലെന്ന് ഉപദേശിച്ചൂടെ എന്ന ചോദ്യം നിരന്തരമായി സുധിയുടെ മകൻ കിച്ചുവിന്റെ കമന്റ് ബോക്സിൽ നിറയാറുണ്ട്. അഭിനയിക്കുന്ന കാര്യത്തിൽ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്ന് കിച്ചുവിനോട് ആളുകൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇപ്പോൾ രേണു സുധി തുറന്നടിക്കുകയാണ്. യൂണിവേഴ്സൽ എന്റർടൈൻമെന്റ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു ഇക്കാര്യം പറഞ്ഞത്. അതെന്തിനാണ് മോൻ അത് പറയേണ്ടത്? അതിൻ്റെ ആവശ്യമില്ല. കമൻ്റ് ഇടുന്നവരോട് ഞാൻ പറയുകയാണ്, അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. കാരണം എൻ്റെ മോൻ എന്തിനാണ് എന്നോട് പറയുന്നത്? ഞാനാണ് അവൻ്റെ അടുത്ത് പറയേണ്ടത്. അമ്മമാരാണ് മോൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത്. അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറയേണ്ടത്, അല്ലാതെ മോനല്ല അമ്മയോട് സംസാരിക്കേണ്ടത്. ഞങ്ങൾ തമ്മിൽ അമ്മയും മോനുമാണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. മാത്രമല്ല, കിച്ചു ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അമ്മയുടെ ഇഷ്ടം പോലെ അഭിനയിക്കുക എന്നാണ് മോൻ പറയാറുള്ളത്. മോൻ്റെ സപ്പോർട്ട് നല്ല രീതിയിൽ എനിക്കുണ്ടെന്ന് രേണു പറഞ്ഞു. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ചില പദപ്രയോഗങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നതിൽ രേണു ഖേദപ്രകടനവും നടത്തി. സുധിചേട്ടൻ്റെ കൂടെ കിടന്നിട്ടുണ്ടായ മകൻ എന്ന വാക്ക് ഉപയോഗിച്ചതിന് എന്നോട് ക്ഷമിക്കുക. ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അപ്പുറം കണ്ടു. ഒരു പെണ്ണിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നത് മോശമാണ്. മനസാക്ഷിയുള്ളവർക്ക് മനസ്സിലാകും. ക്ഷമയുടെ മാക്സിമം കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അങ്ങനെ പറഞ്ഞത് തെറ്റായി എന്നെനിക്ക് എൻ്റെ ഭാഗത്തു നിന്നും തോന്നിയിട്ടില്ല. പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിഞ്ഞോട്ടെ. മനുഷ്യനാണ്, മനുഷ്യന് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. ഏത് പോലീസുകാർക്കും അബദ്ധം പറ്റാം. ഒരു സ്ത്രീയാണ് ഞാൻ, സഹികിട്ടു. എനിക്ക് സപ്പോർട്ടിന് ഒരു പുരുഷനില്ല. ഒരുപാട് കഷ്ടപ്പാടും തെറിവിളികളും എല്ലാം കേട്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഇതെല്ലാം കേൾക്കണമെങ്കിൽ അതൊരു വിധിയാണ്. സുധിചേട്ടൻ്റെ മരണത്തോടെയാണ് ആ വിധിയുടെ തുടക്കം. എന്നെ ഇഷ്ടപ്പെടുന്നവർ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നെഗറ്റീവ് പറയാൻ തോന്നുന്നവരുടെ മനസ്സിൽ നിന്നും അത് മാറ്റാൻ എനിക്ക് പറ്റില്ല. പിന്നിൽ നിന്ന് കുത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആർക്കും ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്നെപ്പറ്റി നെഗറ്റീവ് പറയുന്നവരെ പോലും ഞാനൊരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. പിന്നെ പുറകിൽ നിന്ന് കുത്താൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്തോട്ടെ. നിമിഷയുടെ ഇൻ്റർവ്യൂ കണ്ടില്ല. ഫ്രണ്ട് പറഞ്ഞാണ് അറിഞ്ഞത്. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയൂ, ദ്രോഹിക്കാൻ അറിയില്ല. ഞാനായിട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്നും രേണു പറഞ്ഞു. മകൻ ഋതുലിനെ നോക്കാൻ പോലും സമയമില്ല രേണുവിന് എന്നാണ് കഴിഞ്ഞ ദിവസം നിമിഷ വിജു പറഞ്ഞത്. കുഞ്ഞിനെ രേണുവിന് വേണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നും നിമിഷ പറഞ്ഞിരുന്നു. സുധിയുടെ 2ാം ചരമവാർഷികത്തിന് നിമിഷയും സുധിലയത്തിൽ വന്നിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ സൗഹൃദത്തിൽ വിള്ളൽ വീണു തുടങ്ങിയത്.